ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. നോബഡി ആദ്യ പ്രദർശനം കഴിയുമ്പോൾ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യം. അതെ, ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. മികച്ച രീതിയിലുള്ള പ്രകടനവും മികച്ച രീതിയിലുള്ള സംവിധാനവും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളത്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എങ്ങനെ ആ ഒരു രീതിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഞെട്ടിച്ചിരിക്കുക തന്നെയാണ്. അതായത് സ്റ്റണ്ണിങ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സെൻസേഷണൽ ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. ടെറിഫിക് ഇൻ്റർവൽ ബ്ലോക്ക്. ഇത് തന്നെയാണ് നമുക്ക് ഭൂരിഭാഗം ജനങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരേ ഒരു അഭിപ്രായം. എക്സലൻറ്റ് ആക്ഷൻ സീക്വൻസ് ആണ്. അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് പറയുന്നത്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവി. നിസാം ബഷീർ എന്ന ഒറ്റ പേര് മതി. ഈ ഒരു ഒറ്റ പേരിലാണ് എല്ലാവരും ഈ ഒരു സിനിമയിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം റോഷാക്ക് എന്ന ചിത്രം ഏത് റേഞ്ചിലാണ് മലയാളിയെ എത്തിച്ചതെന്നുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റാഫ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു പക്ഷേ 100 കോടിയൊന്നും നേടിയിട്ടുണ്ടായില്ല. ഈ സിനിമയും അതൊന്നും നേടാൻ പോകുന്നില്ല. കാരണം സ്ലോ പേസ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് തന്നെ. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഗംഭീരമായിരിക്കുമെന്നുള്ളതാണ്. സിനിമയുടെ ഇനിയുമുള്ള നെഗറ്റീവ് സൈഡുകൾ പറഞ്ഞാൽ ഡ്യൂറേഷൻ തന്നെയാണ്. ഏകദേശം 2.25 മണിക്കൂറുണ്ട്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര എത്തിയിട്ടില്ല എന്നുള്ളത് എന്ന് വെച്ചിട്ട് മോശമാണ് എന്നല്ലെങ്കിൽ കുറവാണ് എന്നല്ല. ഫസ്റ്റ് ഹാഫ് അമ്മാതിരി തന്നെയായിരുന്നു. ഒരു സിനിമ കണ്ട് തീർക്കുന്ന ഒരു ഫുൾ സിനിമ കാണുന്ന ഫീൽ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിലുണ്ടാകുന്നത്. അവിടെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ചെറിയ ഒരു കാര്യം മാത്രം. ഏറ്റവും ഇതിനകത്തിൽ വില്ലനായി നിൽക്കുന്നത് ഡ്യൂറേഷൻ മാത്രമാണ്. സ്ലോ പേസാണ് മറ്റൊരു കാര്യം. എന്താണെങ്കിലും ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഇത്. മലയാളത്തിലുള്ള ഹിന്ദിയിലെടുത്തു കഴിഞ്ഞാലും വമ്പൻ ഹിറ്റാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. നിസാം ബഷീറിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ വെറൈറ്റി തന്നെയാണ്. കെട്ടിയോളാണ് എൻ്റെ മാലാക, ഈ പറഞ്ഞ പോലെ നോബഡി, ഇതിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന റോഷാക്ക്. ആ ഒരു കാറ്റഗറിയിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് എത്തിക്കുമ്പോൾ മികച്ച സിനിമ എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു ചിത്രം. സ്ലോ പേസ് മാത്രമാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. പക്ഷേ എല്ലാ സിനിമകളും ഫാസ്റ്റ് പേസിൽ തന്നെ പോകണമെന്നുണ്ടോ? അപ്പം സ്ലോ പേസ് ആണെങ്കിലും സിനിമ ഗംഭീരം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ വലിയൊരു ഹിറ്റാകുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. അടിച്ച് പൊളി സിനിമ തന്നെയാണ്. ഒരു വ്യത്യസ്തത പുലർത്തുന്നത്. തീർച്ചയായും നമുക്ക് തിയേറ്ററിൽ പോയി കാണാം എന്നുള്ള ഗ്യാരണ്ടിയുള്ള ചിത്രം തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾക്ക്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കമൻസുകളുമായി വരാം. ഗ്രീൻ മീഡിയാസ്.